കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യ ചർച്ചയാവുക ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പകപോക്കൽ. കേബിൾ ലൈൻ വലിക്കുന്നതിന് നിരക്ക് കുത്തനെ ഉയർത്താനുള്ള നീക്കങ്ങളുമായി ബോർഡ് പോകുമ്പോൾ അതിനെതിരായ പോരാട്ടത്തിന് സമ്മേളനം രൂപം നൽകും. 2 മുതൽ 4 വരെ കോഴിക്കോടാണ് സംസ്ഥാന സമ്മേളനം. സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥയ്ക്ക് എങ്ങും ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ബദൽ എന്ന വാക്കിന് കേരളം നൽകിയ ഏറ്റവും വലിയ മാതൃകയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ആഗോള കുത്തകകൾ കണ്ണുവെച്ച കേരളത്തിലെ കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത ഈ കൂട്ടായ്മയ്ക്കല്ലാതെ അധിനിവേശത്തിനെതിരായ ജനകീയ ബദൽ ഉയർത്താൻ ആർക്ക് കഴിഞ്ഞു എന്നതാണ് ചോദ്യം. അസാമാന്യമായ ആ ബദൽ തന്നെയാണ് കഴുകൻ കണ്ണുമായി നടക്കുന്ന കുത്തകകളെ അലോസരപ്പെടുത്തുന്നതും. അവർ ഒളിഞ്ഞും തെളിഞ്ഞും തക്കം പാർത്തു നിൽക്കുമ്പോഴും അടിപതറാതെ മുന്നോട്ട് കുതിക്കുകയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കുത്തകകൾ KECBയിലൂടെയാണ് ഇപ്പോൾ ചെറുകിട കേബിൾ ടിവി സംരംഭത്തിനെതിരായ കരുക്കൾ നീക്കുന്നത്. ഇലക്ട്രിക് പോസ്റ്റ് വാടക കുത്തനെ ഉയർത്തിയും വലിക്കുന്ന ഓരോ കേബിളും ഓരോ ലൈനായി കണ്ട് നിരക്ക് വർദ്ധിപ്പിച്ചുമൊക്കെയാണ് KECBയുടെ കുത്തക സ്നേഹപ്രകടനം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് 2, 3, 4 തീയതികളിൽ നടക്കുമ്പോൾ പ്രധാന ചർച്ചയാകാൻ പോകുന്നതും KECBയുടെ ഈ നിലപാട് തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കേബിൾ ടിവിയും ബ്രോഡ്ബാൻഡും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ജനകീയ താൽപര്യത്തോടെയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്. കുത്തക കമ്പനികളുടെ നിരക്ക് പോലും പിടിച്ചു നിർത്തുന്ന ജനകീയ ബദലാണ് കേരള വിഷൻ എന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ സർക്കാർ ഇതുവരെ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ പ്രസിഡന്റുമായ K. വിജയകൃഷ്ണൻ COA സംസ്ഥാന സമ്മേളനത്തിന്റെ കൊടിമര ജാഥയ്ക്ക് കണ്ണൂരിൽ നൽകിയ സ്വീകരണത്തിൽ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ബ്രോഡ്ബാൻഡ് സേവനവും ഡിജിറ്റൽ കേബിൾ TV സേവനവും എത്തിക്കുകയും ഈ മേഖലയിലേക്ക് വരുന്ന വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ ചെറുത്തു നിർത്തിക്കൊണ്ട് സാധാരണക്കാരന്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലേക്ക് ഈ സേവനത്തെ മാറ്റിയെടുത്ത് സമൂഹത്തിന് വേണ്ടി വലിയ സേവനം ചെയ്യുന്നവരാണ് ഈ കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ. ഒരുപക്ഷെ ഈ 14ാമത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുമ്പോഴും 30 വർഷം ഈ മേഖലയിലെ സേവനം പിന്നിടുമ്പോഴും ഈ കാര്യം തിരിച്ചറിയാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാതെ ഇരിക്കുന്നത് നമ്മുടെ ഭരണാധികാരികൾ മാത്രമാണെന്ന് പറയാൻ നമ്മൾ നിർബന്ധിതരായി പോയിരിക്കുകയാണ്. ആ രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ കാരണം ഈ മേഖലയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു തരുന്നതിന് ഇപ്പോഴും ചില കാര്യങ്ങളിൽ പിന്നിലാണ്. 15 വർഷമായി KECBയോട് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറയുന്ന ന്യായമായ ആവശ്യത്തോട് ബോർഡ് മുഖം തിരിച്ചു നിൽക്കുകയാണ്. സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാന വിഷയവും ഇതുതന്നെയായിരിക്കുമെന്ന് COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് V. ജയകൃഷ്ണൻ. KECB പോസ്റ്റുമായി ബന്ധപ്പെട്ട് COA നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിന് 15 വർഷത്തിലേറെ പഴക്കമുണ്ട്. എങ്കിലും അനുകൂലമായി പൂർണ്ണമായിട്ടും ഈ ചെറുകിട മേഖലയ്ക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം ഗവൺമെൻറ്റുകളിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. എന്തായാലും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം KECB പോസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. കാരണം കേരളം ഒരു പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളുടെ ലയം മുതൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ മറ്റൊരു കമ്പനിക്കും ഈ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ കേബിൾ ടിവിയോ എത്തിക്കാൻ കഴിയാത്ത കുഗ്രാമങ്ങളിൽ പോലും സിഗ്നൽ എത്തിച്ചുകൊണ്ട് മികച്ച സേവനം നടത്തുന്ന കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ കണ്ടിൽ നിന്ന് അടുക്കുകയും അവരെ അവഗണിക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ തന്നെയായിരിക്കും ശക്തമായിട്ടുള്ള ചർച്ചകൾ ഈ സമ്മേളനത്തിൽ ഉയർന്നു വരാൻ പോകുന്നത്. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കോഴിക്കോട് കടപ്പുറത്ത് സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള കൊടിമര ജാഥയ്ക്ക് കണ്ണൂരിൽ ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബ്രിജേഷ് അച്ചാണ്ടിയാണ് കൊടിമര ജാഥ നയിക്കുന്നത്.
കാസർകോട് NH അൻവറിന്റെ ഓർമ്മ തുടിച്ചുനിന്ന അന്തരീക്ഷത്തിൽ നിന്നും ആരംഭിച്ച ജാഥക്ക് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്താണ് സ്വീകരണം നൽകിയത്. KTS MD KV വിനയ്കുമാർ, COA മട്ടന്നൂർ മേഖലാ സെക്രട്ടറി TV സുമേഷ്, കണ്ണൂർ മേഖലാ സെക്രട്ടറി K മുകുന്ദൻ, കൂത്തുപറമ്പ് മേഖലാ സെക്രട്ടറി MV പ്രശാന്ത്, C രജീഷ് എന്നിവർ ജാഥ ലീഡർ പ്രജേഷ് ആച്ചാണ്ടിയെ സ്വീകരിച്ചു. COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് കണ്ണൂർ ക്രൗൺ പ്രസിഡന്റ് MK ദീപക്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MR രജീഷ്, ഹരീഷ് P നായർ, K സജീവ് കുമാർ, പ്രജേഷ് ആച്ചാണ്ടി, AV ശശികുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.